ഓറഞ്ച് അലർട്ടുള്ള കോഴിക്കോട് നല്ല മഴയാണ്. കുറ്റ്യാടി ചുരം മേഖലയിലും കാവിലുംപാറ മലയോര മേഖലയിലും ഒക്കെ ശക്തമായ മഴയാണ്. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട്. KV രാഹുൽ വിവരങ്ങളുമായിട്ട്. രാഹുൽ, എത്ര സമയമായി മഴ പെയ്യുന്നു? ആളുകളോട് എന്തെങ്കിലും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. അതിതീവ്രമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. മലയോര മേഖലയിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. തുടർച്ചയായി പെയ്യുന്നില്ല, പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ബാക്കി സ്ഥലങ്ങളിലെല്ലാം തന്നെ മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം കൂടിയാണ്. അപ്പോൾ മലയോര മേഖലയിൽ, വനമേഖലയിലടക്കം മഴ പെയ്തതാണ് ഇവിധത്തിൽ തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാൻ കാരണമായത്. പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാറി താമസിപ്പിക്കേണ്ട രീതിയിലേക്കുള്ള കുത്തൊഴുക്ക് പുഴയിൽ ഉണ്ടാവുകയോ ആ രീതിയിൽ മഴ പെയ്യുകയോ നിലവിൽ ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായി നിൽക്കുന്ന കാര്യമാണ്. രാത്രിയിലൊക്കെ ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് അങ്ങനെ തന്നെ തുടരുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എല്ലായിടത്തും എന്നതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണം എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ്. ഇന്ന് വയനാട് ദുരന്തമുണ്ടായിട്ട് 1 മാസം കൂടിയാണ്. അപ്പോൾ ഈ മഴ കാറിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിലുള്ളത്, പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ച് വയനാട് തന്നെയാണ് ഒരു ആശങ്ക ഇങ്ങനെ നിലനിൽക്കുന്ന ഒരവസ്ഥ കൂടിയുള്ളത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഏതായാലും ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. ശരി ശരി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടാണ് മലയോര മേഖലയിൽ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലുമുള്ളത്. എന്തായാലും 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്, മറ്റിടങ്ങളിൽ യെല്ലോ അലർട്ട്. ഈ അലർട്ടുകൾ കൃത്യമായി ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ്. ദയവായി പുലർത്തുക.